അങ്ങനെ ഇന്നും നല്ല മഴയായിരുന്നു. ഇന്നലത്തെക്കാളിലും ഇന്ന് നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രിയിലും ഒക്കെ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മടിയുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ മേളിൽ നിന്ന് നോക്കുമായിരുന്നു ഞാൻ. അവിടെ ഇവിടെയൊക്കെ വെള്ളം പറമ്പിലും കണ്ടത്തിലുമൊക്കെ വെള്ളം വന്നിട്ടുണ്ടോയെന്ന് നോക്കുമായിരുന്നു. അതുമാതിരി മഴയായിരുന്നു ഇന്നലെ രാത്രിയിൽ. അപ്പോൾ ഇന്ന് നല്ല മടിയുള്ളൊരു ദിവസമായിരുന്നു. എന്നാൽ പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അടുക്കളയിൽ കയറി നമ്മൾ ഒരു സവോള എന്തായാലും അരിഞ്ഞ് വെക്കുകയാണ്, ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സിമ്പിളായിട്ട് അങ്ങ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഈ സവോള അരിഞ്ഞ് വെക്കുന്നത്. എന്തായാലും ഒരു സവോള മുഴുവനും ഞാനങ്ങ് അരിഞ്ഞ് വെച്ചു. ഇനി ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് മിക്കപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല, ഇന്ന് എന്താക്കണം അല്ലെങ്കിൽ ഇന്ന് എന്ത് കൊടുത്തു വിടണമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ചില ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യും, നാളെ ഇന്നത് ഉണ്ടാക്കാമെന്നൊക്കെ. അല്ലാതെ ഒന്നും ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല രാത്രി കിടക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പം എന്താണോ തോന്നുന്നത് അത് ചെയ്യും. ഇനിയിപ്പോൾ ദോശയോ അപ്പമോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ അരച്ച് വെക്കണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ ഒരു പ്ലാനിങ് ആയിട്ട് വരുള്ളൂ. ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് സവോളയും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുത്തു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് മുട്ട ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുഞ്ഞിക്കും പാത്തുനും ഒക്കെ എന്ന് പറഞ്ഞാൽ ചീസ് ഇഷ്ടമാണ്. അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ. മൊസല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് വിട്ട് 2 ബ്രെഡും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഒന്നും തിരിച്ചും മറിച്ച് വിട്ട് ഒന്നും മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സിമ്പിളായിട്ട് അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടവുമാണ്. പാത്തും ഇല്ല, കുഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ എനിക്ക് മടിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തു. അത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. നമ്മൾ നേരത്തെ സവോളയുടെ കൂട്ടത്തിൽ കുറച്ച് ഒരു പകുതി തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 അല്ലി ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും നമ്മുടെ സവോളയും ബാക്കിയല്ല അതിൽ നിന്ന് കുറച്ചെടുത്ത് സവോളയും അരിഞ്ഞു വെച്ചിരുന്ന പകുതി തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് അത് വാടാൻ ആവശ്യത്തിന്, അതായത് സവോളയൊക്കെ ഒന്ന് വാടാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കുരുമുളക് പൊടിയും അല്പം സോയാ സോസും ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു റൈസാണ് കേട്ടോ. ഫ്രൈഡ് റൈസെന്നോ എഗ് ഫ്രൈഡ് റൈസെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ എഗ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പെട്ടെന്ന് എടുക്കുന്ന പെട്ടെന്ന് നമുക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, വെജിറ്റബിൾസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. സോസൊക്കെ ചേർത്തതുകൊണ്ട് ഫ്രൈഡ് റൈസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ അത് സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ട് ബാക്കി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ബാക്കി നമ്മുടെ സവോളയും കൂടെ ചേർത്ത്, സവോളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയതില്ലേ അതും കൂടെ ചേർത്ത് ഇതേപോലെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ്, അതായത് അതിൻ്റെ ഒരു മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ആവശ്യത്തിന് റൈസ്, എത്രത്തോളം ആവശ്യത്തിന്, ഇപ്പം ഒരാളിന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പേര് വിളിക്കേണ്ടതെന്ന് എനിക്കത്തില്ല, തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കുഞ്ഞിക്ക് കൊടുത്തു വിടാനും വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഒന്ന് റൈസും കൂടി ഇട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പപ്പടമോ അല്ലെങ്കിൽ ഒരു റൈത്ത, ഞാനിപ്പോൾ ഒന്നൊരു റൈത്ത കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് സവോള ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ടു, കറി കൊണ്ടുപോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് തൈരും ഒഴിച്ചു കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല, പച്ചമുളക് വേണ്ടാന്ന് വെച്ചു. പച്ചമുളക് അഥവാ അങ്ങനെ അറിയാതെ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു. ഇനി റൈസ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പാത്രം റെഡിയാക്കി ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയൊരു സോസ് ഉണ്ടായിരുന്നു ഇവിടെ, അതും കൂടി ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് കുഞ്ഞിക്ക് സന്തോഷമായി, ഇങ്ങനത്തെയൊക്കെ ഫുഡൊക്കെയാണ് കുഞ്ഞിക്ക് ഇഷ്ടം.
അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ കൊണ്ട് വിട്ടേച്ചും വന്ന് ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുവാണ്. എനിക്കിന്ന് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊന്ന് അലക്കാനിടണം. വെള്ളം വരുന്നുണ്ട്, നമ്മുടെ മുനിസിപ്പാലിറ്റി വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഓർത്തുന്ന എല്ലാം ഒന്ന് അലക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് അലക്കിയിടാനായിട്ട് പോവാണ്. ഞങ്ങൾ 4 പേരും ഉള്ളപ്പോഴും 3 പേരുള്ളപ്പോഴും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഞാനും സെമീർക്കായും പിള്ളേരും. സെമീർക്കാക്ക് എപ്പോഴും നിർബന്ധമാണ്. ഇപ്പം ഒറ്റയ്ക്ക് കിടത്തി ശീലിപ്പിക്കണമെന്ന് പലരും പറയുമെങ്കിലും, എല്ലാവരും പറയും ഒറ്റയ്ക്ക് കിടത്തി ശീലിപ്പിക്കണം, വലിയ പിള്ളേരായില്ലേ എന്നൊക്കെ പറയുമെങ്കിലും എന്തോ എനിക്കും അതെ സെമീർക്കാക്കും അതെ നമ്മുടെ കൂട്ടത്തിൽ കുട്ടികൾ കിടക്കുന്നതാണ് നമുക്കിഷ്ടം. ഇത് കണ്ടോ, കുഞ്ഞിയുടെ സ്റ്റഡി ഏരിയ ആണിത്. ഇവിടെ പുള്ളിക്കാരത്തി ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് മാത്രമല്ല ക്രാഫ്റ്റ് ചെയ്യും. പിന്നെ പുള്ളിക്കാരത്തി കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണിത്. ആൾ ഒത്തിരി ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഇവിടെ തന്നെയാണ് നമ്മൾ അയൺ ചെയ്യുന്നതും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് ഒന്ന് അയൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒത്തിരി സാധനങ്ങൾ അവൾ ഉണ്ടാക്കിയതും അവൾക്ക് ഉണ്ടാക്കാനുള്ള ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ടൂൾസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, ഇപ്പോഴല്ല. അതേപോലെ തന്നെ അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് ഷർട്ട് 3-4 ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു സെമീർക്കയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടും കൂടി നടക്കില്ല, അലക്കും നടക്കും തേപ്പും നടക്കും. ഇപ്പോഴൊന്നും ഇതുപോലെ കൂടുതലും ഞാൻ അയൺ ചെയ്ത് വെക്കാറില്ല. ചില മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അന്നന്ന് അയൺ ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അല്ലറ ചില്ലറ ബാക്കി ഒതുക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. 3-4 ഷർട്ടും അയൺ ചെയ്ത് വെച്ചു. ഇനി ആ പരിപാടിയിലേക്ക് പോകട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.